നമസ്കാരം. നമ്മുടെ മലയാളികൾക്കുള്ള ഒരു കുഴപ്പം, മലയാളികളായ ആരെങ്കിലും കയറി വരികയാണെങ്കിൽ ഞണ്ടിന്റെ സ്വഭാവം കാണിക്കുന്ന വലിച്ച് താഴേക്കിടും. ഒരാള് മേലേക്ക് കയറി പോകാൻ സമ്മതിക്കില്ല. ഇന്ത്യൻ ക്രിക്കറ്റിൽ മുമ്പ് നമുക്കൊരു ബൗളർ ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ട ടിനു യോഹന്നാൻ. വലിയ സപ്പോർട്ടൊന്നും കിട്ടിയില്ല. ആ ഉത്തരേന്ത്യൻ ലോബി അനുവദിക്കൂലല്ലോ. പുറംകാലിനടിച്ചു, ആള് ഔട്ടായി. എന്നാൽ പിന്നീട് ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു കളിക്കാരൻ കയറി വന്നു. ശ്രീശാന്ത് ലോകോത്തര കളിക്കാരനായിരുന്നു, പക്ഷെ ഒത്തിരി അഗ്രസീവ് ആയിരുന്നു. അത് അയാളുടെ ഒരു പ്രകൃതമാണ്. നമ്മളത് നോക്കണോ? ഇപ്പോ സൈമൺസ് ഒക്കെ ഏതെല്ലാം രീതിയിൽ നമ്മളെ പ്രകോപിപ്പിക്കാറുണ്ടായിരുന്നു ആ കാലത്ത്. വളരെ വലിയ പ്രകോപനം സൃഷ്ടിക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് അയാൾ അങ്ങനെ പ്രകോപിക്കുന്നുണ്ടെങ്കിലും അയാൾ നല്ലൊരു കളിക്കാരനായിരുന്നു. ഇന്ത്യക്ക് ആത്മാർത്ഥതയോടെ അർപ്പണബോധത്തോടെ കളിച്ചതാണ്. അങ്ങനെയുള്ള ഒരുത്തൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് ടീമിലേക്ക് കയറി വരുന്നത് പറ്റൂലല്ലോ. അങ്ങനെ അവനെ ഈ രണ്ടിന്റെ സ്വഭാവം കാണിച്ചിട്ട് ഇവിടെയുള്ള മലയാളികൾ ശ്രീശാന്തിനെ ചൊറിഞ്ഞ് 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 ഉത്തരേന്ത്യൻ ലോബി കഴുത്തിന് പിടിച്ച് പുറത്തിട്ടു. കോഴ ആരോപണം എന്ന് പറഞ്ഞിട്ട് അവൻ കൈ തുടയ്ക്കാൻ വേണ്ടി ഒരു ടവല് തിരുമിയത. എനിക്ക് ശ്രീശാന്തിന്റെ ആ കേസ് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. അന്ന്, അതായത് ആ സംഭവം നടക്കുന്ന സമയത്ത് എന്റെ ബ്ലോഗിൽ, അന്ന് യൂട്യൂബിൽ ഞാൻ മോട്ടിവേഷൻ വീഡിയോകളും മറ്റു വീഡിയോകളുമാണ് പബ്ലിഷ് ചെയ്യുന്നത്, അതുകൊണ്ട് ചാനലിൽ വീഡിയോ ചെയ്തിട്ടില്ല. എന്റെ ബ്ലോഗിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ശ്രീശാന്ത് കുറ്റക്കാരനല്ല എന്ന ഒരു ലേഖനം ഞാൻ എഴുതി, വളരെ വ്യക്തമായ അതിന്റെ കാരണങ്ങൾ ഞാൻ എഴുതി വെച്ചിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ശ്രീശാന്ത് കുറ്റക്കാരനല്ല എന്ന് വിധി വന്നപ്പോൾ ഞാൻ വീണ്ടും ഞാനത് അന്നേ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധി എഴുതി. പക്ഷെ എന്നെ വിഷമിപ്പിച്ചത് അതല്ല. കേരളത്തിൽ നിന്ന് കഴിവും ബോധവുമുള്ള ഒരുത്തൻ, നല്ല ഒരു ലോകോത്തര കളിക്കാരൻ, ഇന്ത്യയുടെ ഒരു പ്ലെയറായിട്ട് ചെന്ന് കയറിയിട്ട്, അതും ഒരു ഭാഗ്യമുള്ള ടീമിന് ഭാഗ്യമുള്ള ഒരു ചങ്ങായി. ആ ചങ്ങായി ഉണ്ടെന്നുണ്ടെങ്കിൽ കളി ജയിക്കും. എന്തെങ്കിലുമൊക്കെ വിധത്തിൽ ഇന്ത്യ ജയിച്ചു പോകണ ആ രീതിയിൽ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഉള്ളൊരു ചങ്ങായിയാ, എന്ത് അഗ്രസീവ് എന്തോ ആയിക്കോട്ടെ. അയാളെ ആക്ഷേപിക്കാൻ മലയാളികൾ ഒന്നാകെ നിന്നപ്പോ ശ്രീശാന്ത് എന്തോ ബാക്കിയുള്ളവരെ കുടുംബത്തിൽ നിന്നും തറവാട്ടിൽ നിന്നും എന്തൊക്കെ മോഷിച്ചുകൊണ്ട് പോയതുപോലെ പെരുമാറിയപ്പോൾ വളരെ സങ്കടം തോന്നി. ഏതായാലും അയാൾ കുറ്റക്കാരനല്ല എന്ന് വിധിച്ചെങ്കിലും അപ്പോഴേക്കും അയാളെ കരിയർ അവസാനിച്ചു. പ്രായവും കൂടി, അറിയാലോ നമ്മുടെ അവസ്ഥ എന്താന്നുള്ളത്. എന്നാൽ അതിനുശേഷമാണ് സഞ്ജു സാംസൺ കയറി വരുന്നത്, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് കയറി വരുന്നത്. നല്ല അടിപൊളി ഒരു ചക്കൻ തന്നെ, ഒരു പയ്യൻ തന്നെ. ശ്രീശാന്തിനെ അപേക്ഷിച്ചപ്പോ ശ്രീശാന്തിന്റെ അഗ്രസീവ് സ്വഭാവം ഇല്ല. ആള് സരസനാണ്, സംസാരിച്ച് വർത്താനം പറയുന്ന ആളാണ്, നല്ല മനസ്സിനുടമയാണ്, സാധാരണക്കാരാണ്, കാര്യം ശരി തന്നെ. പക്ഷെ എങ്കിലും കളിയിൽ നല്ല ആത്മാർത്ഥതയുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാവരും ഇങ്ങനെ കളിക്കാനൊന്നും പറ്റൂലല്ലോ. ആ ഒരു കളിക്കാരനെയും ഉത്തരേന്ത്യൻ ലോബി ഇങ്ങനെ മാറ്റി 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 വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. എത്ര നന്നായിട്ട് കളിച്ചാലും ഒന്നോ രണ്ടോ കളിയിൽ ചിലപ്പോൾ ഫോം പോയിന്ന് വരും. വീണ്ടും കളിപ്പിച്ചാലല്ലേ കയറി വരാൻ പറ്റുള്ളൂ. അങ്ങോട്ട് മാറ്റി നിർത്തി കളയുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. കാര്യം ഇയാളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളവർ തുടർച്ചയായിട്ട് എത്ര ഡക്കടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ പറയുന്നത്, ഞാൻ ക്രിക്കറ്റ് ഭ്രാന്തനോ ക്രിക്കറ്റ് കളി അങ്ങനെ ഇരുന്ന് കാണുന്ന ആളുമല്ല. ഇന്നലത്തെ ഇന്ത്യയുടെ കളി, ഇന്ത്യയുടെ ബാറ്റിംഗ് ഞാൻ മുഴുവനും കണ്ടു. ബൗളിംഗ് കുറച്ചൊക്കെ ഞാൻ കണ്ടു, ബാറ്റിംഗ് ഞാൻ ഷോട്ട്സ് ഒന്നും ഇടാതെ ഒരു പണി എടുക്കാതെ മുഴുവനായി കണ്ടു. അതിന്റെ കാരണം, സഞ്ജു സാംസൺ എന്ന ആ കളിക്കാരനെ മാറ്റി നിർത്തി, മൂലക്കിരുത്തി, ബെഞ്ചിലിരുത്തി ഒക്കെ ആയിരുന്നല്ലോ ഇന്ത്യ കളിച്ചത്. ഒരു വേള സെമി ഫൈനലിൽ കാണൂല എന്നൊരവസ്ഥ തന്നെ വന്നപ്പോൾ സഞ്ജു തിരിച്ചു വന്നിരുന്നു. കഴിഞ്ഞ കളിയിൽ ഒരു ചെറിയൊരു തുടക്കം കിട്ടിയെന്ന് വാർത്തകൾ വായിച്ചറിഞ്ഞു. ഞാൻ ആ കളി കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ എന്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വന്ന് നോക്കുന്ന സമയത്ത് തുറന്നു നോക്കുമ്പോൾ ഇന്ത്യയുടെ ബൗളിംഗ് നടക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങാൻ പോകുന്നു. എന്നാൽ പിന്നെ ഒന്ന് മൊത്തം കണ്ടേക്കാം എന്ന് കരുതി. സഞ്ജു ആണല്ലോ ഓപ്പണിങ്ങിനുള്ളത്. അങ്ങനെ ഞാൻ മുഴുവൻ കണ്ടു. സഞ്ജു സാംസനെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തേണ്ടതെന്ന് എനിക്ക് അറിയണമെന്ന് തോന്നി. അങ്ങനെയാണ് മുഴുവൻ കണ്ട് അവസാനം വരെ കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സഞ്ജു സാംസൺ എന്ന ആ ഒരു കളിക്കാരൻ പക്വതയുള്ള ഒരു കളിക്കാരനായി മാറിയിരിക്കുന്നു. സാധാരണഗതിയിൽ 6-4 ഞെരിപ്പൻ അടി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാതിയാണ്. ഇന്നലെയും അടി അടിച്ചു. പക്ഷെ 2-3 വിക്കറ്റ് തന്റെ മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നു എന്ന് കണ്ടപ്പോൾ തന്റെ വിക്കറ്റ് കൂടി പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ടീം സെമി ഫൈനലിൽ എത്താനുള്ള സാധ്യത ഇല്ലാതാകുമെന്ന് കണ്ടറിഞ്ഞ് വമ്പൻ അടികൾക്ക് മുതിരാതെ വളരെ വളരെ മോശം പന്തുകൾ മാത്രം തിരഞ്ഞെടുത്ത് ബൗണ്ടറി കടത്തിയിട്ട് ഒരൊറ്റ 6 പോലും പിന്നീടില്ലാതെ, അവസാനമാണ് പോണത്, ഒരൊറ്റ 6 ഒന്നുമില്ലാതെ സിംഗിളുകളും ഡബിളുകളും എടുത്ത് ഇങ്ങനെ പാകതയോടെ കളിച്ച് പോകുന്നതാണ് പിന്നെ കാണുന്നത്. അതായത് ഒരറ്റത്ത് വിക്കറ്റുകൾ കൊഴിയുമ്പോഴും മറ്റേ അറ്റത്ത് സഞ്ജു പിടിച്ചങ്ങോട്ട് നിൽക്കുന്നത്. റൺ റേറ്റ് ഒട്ടും കുറയാതെ തന്നെ കൃത്യമായി ഇങ്ങനെ കളി തുടർന്നുകൊണ്ട് പോകുന്നു. എനിക്ക് അത്ഭുതം തോന്നി. ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെയാണല്ലോ ബെഞ്ചിൽ ഇരുത്തിയത് എന്നുള്ളത്. ശരിക്ക് ഇന്ത്യയില് എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലൊരു കളിക്കാരൻ വേറെ ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒരു സ്ഥിരത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ പിടിച്ചാൽ കിട്ടില്ല. ഇന്നലെ സഞ്ജുവിന് ഏകദേശം ഒരു 10-85 റണ്ണിൽ നിൽക്കുന്ന സമയത്ത് 10-40 റണ്ണ് വേണമായിരുന്നു വിജയിക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ 2-3 6ഉം ഒരു 4 ഒക്കെ അടിച്ചിട്ട് വേണം സെഞ്ചുറി തയ്ക്കാമായിരുന്നു. പക്ഷെ അതൊന്നും നോക്കാതെ തന്റെ വ്യക്തിഗത സ്കോറൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് കരുതിയിട്ട് കരുതലോടെ
മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിച്ച് റിസർവ് ബെഞ്ചിൽ ഇങ്ങനെ നിൽക്കുന്ന ആ സഞ്ജുവിനെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതായത് നല്ല ഉശിരും പൊടിയുള്ള ആത്മാർത്ഥമുള്ള നല്ലൊരു കളിക്കാരൻ. പിന്നെ ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാള് ബെഞ്ചിലിരുത്തിയതിന്, ഈ കളിയിൽ ബെഞ്ചിലിരുത്തൽ പരിപാടി ഉണ്ടായിരുന്നല്ലോ, ബെഞ്ചിലിരുത്തിയതിന് ഇതിൽ പരം ഒരു അടി ഇനി കൊടുക്കാനില്ല. ചുരുക്കം പറഞ്ഞ ഇന്നലെ സഞ്ജു സാംസൺ മാത്രമാണ് ഇന്നലെ കളി ജയിപ്പിച്ചത്. ബാക്കിയുള്ളവർ കളിച്ചില്ല എന്നുള്ളതല്ല, ആ ഒരു പിന്തുണ ഇപ്പുറത്ത് കൊടുത്തത് കൊണ്ട് മാത്രമാണ് വന്നവർക്ക് അടിക്കാൻ പറ്റിയത്. സഞ്ജു അപ്പുറത്തുണ്ട് എന്ന നിലയിൽ. പണ്ട് ഈ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു ചങ്ങായി ഉണ്ടല്ലോ, ഉണ്ടായിരുന്ന കാലത്ത് ശ്രീലങ്കയുമായി ഇന്ത്യ കളിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരുപാട് വർഷം മുമ്പാണ്. ഈ പുതിയ തലമുറയ്ക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. സച്ചിൻ 4-ാമനായിട്ടാണ് ഇറങ്ങിയത്. ആദ്യം ഗാംഗുലിയോട് ഓപ്പണായിട്ട് ഇറങ്ങിയ ആള് ഔട്ടായി പോയി. പിന്നെ ഗാംഗുലിക്കൊപ്പം ദ്രാവിഡ് ചേർന്നു. വലിയൊരു റെക്കോർഡ് അങ്ങോട്ട് സ്ഥാപിച്ചവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് 150 അങ്ങനെ എത്ര വലിയൊരു സ്കോർ അടിച്ചു കയറ്റി. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലാതെ. എന്നാൽ അതിനുശേഷം ഒരാൾ ഔട്ടായതിനു ശേഷം സച്ചിൻ വന്നപ്പോൾ 1, 2, 3 റൺ എടുത്തിട്ട് പോവുകയും ചെയ്തു. കാര്യം ഈ സച്ചിൻ ഇറങ്ങാനുണ്ട് എന്നൊരു ധൈര്യത്തിലാണ് ഈ ഗാംഗുലിയും ദ്രാവിഡും ഒക്കെ, മെല്ലെ പോകുന്ന ദ്രാവിഡൊക്കെ അന്ന് അടിച്ച് കസറിയത്. എന്നതുപോലെ ആ ഒരു സച്ചിൻ എന്നൊരു സ്ഥാനത്തേക്ക് വെക്കാൻ പാകത്തിന് സ്ഥിരതയോടെ നിന്നു കഴിഞ്ഞാൽ ടീമിനെ ഒന്നാകെ നയിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ സഞ്ജു സാംസൺ പാകത കൈവരിച്ചിട്ടുണ്ട്. അതിന് ബെഞ്ചിൽ ഇരുത്തിയത് കൊണ്ടാണോ, തന്നെ മാറ്റി നിർത്തിയ ആൾക്ക് ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് കരുതിയിട്ടാണോ എന്തോ, അതോ ടീം ഇന്ത്യയെ സെമി ഫൈനലിൽ എത്തിക്കണമെന്നാണോ? ടീം ഇന്ത്യയെ സെമി ഫൈനലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണോ മെല്ലെപ്പോക്ക് നയം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവസാനം ഒരു 6-7 റണ്ണ് വേണ്ട സമയത്ത് ഒരൊറ്റ അടി നീട്ടി ഇങ്ങോട്ട് അടിക്കുന്നത് കണ്ടു. അടുത്ത പന്ത് നേരെ ബൗണ്ടറിയിലേക്കും വായിച്ച് കണ്ട് കളി ഇങ്ങോട്ട് അവസാനിപ്പിക്കുന്നതാണ് കാണുന്നത്. 6 അടിക്കാന്ന് എനിക്ക് അറിയാം. ഇങ്ങനെ ഒച്ചടിയുന്ന പോലെ അടിക്കുന്നത് വെറുതെ അല്ല. ഒരു സന്തോഷമുള്ളത്, ഈ സഞ്ജു സാംസണെങ്കിലും ശ്രീശാന്തിനെയും മറ്റുള്ളവരും ഒക്കെ ഈ വാലിട്ട് ചൊറിഞ്ഞതുപോലെ ചൊറിയാതെ കേരളം ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു സന്തോഷമാണ്. പണ്ടത്തെ മലയാളികളുടെ സ്വഭാവം കൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവൻ നന്നാവാൻ പാടില്ല എന്നുള്ളൊരു ഒരുതരം ശീലം മലയാളിക്ക് പൊതുവെ കൂടപ്പുറപ്പായിട്ടുണ്ടായിരുന്ന, അതുകൊണ്ട് മാറി സഞ്ജു സാംസനെ നെഞ്ചേറ്റുന്നതാണ് കാണുന്നത്. ഇപ്പൊ രാവിലെ വീഡിയോ ഒന്ന് ചെയ്യണമെന്നാണ് കരുതിയിരുന്നത്. ഒരു ഫാമിലി വന്നു ചാടി രാവിലെ സംസാരിക്കേണ്ടി വന്നു. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വളരെ വൈകിട്ടാണ്, രാവിലെ ചെയ്യേണ്ട വീഡിയോ ആണ്. അത്തരം പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മൾ പരിഹരിച്ചു വിടണമല്ലോ. അതൊക്കെ പരിഹരിച്ച ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും സഞ്ജു സാംസനെ മാറ്റി നിർത്തിയവർക്ക് നല്ലൊരു അടിയാണ്, അല്ലെങ്കിൽ ഒരു മറുപടിയാണ് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അറിയാമല്ലോ, ആരൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇനിയുള്ള കളികളിൽ നിന്ന് ഏറ്റാലും തോറ്റാലും സഞ്ജുവിനെ പുറത്താക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയും വന്നു. എന്നാലും ഇതിനിടയിലൊക്കെ ഈ സഞ്ജുവിനെ ചൊറിഞ്ഞുകൊണ്ടും അല്ലാതെയൊക്കെ ചില കമന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അയാൾ ഒരു കഴിവില്ലാത്ത ഒരാളെ വീണ്ടും പെണ്ണിങ്ങനെ കൊടുക്കണോ മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട്. അത് ശരിയല്ല. നമ്മുടെ നാട്ടിലെ ഒരു കളിക്കാരനാണ്, നമ്മുടെ ഒരു കളിക്കാരനല്ലേ, നമ്മളവന് സപ്പോർട്ട് ചെയ്യണ്ടേ. ഇനി വളർത്തിയില്ലാന്നെങ്കിലും തളർത്താതിരുന്നൂടെ, ഇല്ലേ? ഞാനതാ കണ്ടത്. ഞാൻ സാധാരണ ക്രിക്കറ്റ് കളി കാണുന്ന ആളല്ല, മുഴുവനായിട്ടിരുന്ന് കാണുന്ന ആളല്ല. പന്ത് കളിന്റെ നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരൊറ്റ പന്ത് കളി പോലും ഞാൻ കാണാൻ പോകാറില്ല, എനിക്കതൊരു താല്പര്യമില്ല. പക്ഷെ ഇന്നലെ ഞാൻ ആ കളി മുഴുവനായിരുന്നു കണ്ടു. ഇന്ത്യയുടെ ബാറ്റിംഗ് മുഴുവൻ ഞാൻ കണ്ടു. ഒരു കാര്യമില്ല കളിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ സമയം കൊണ്ട് വേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ കാണാത്തത്. പക്ഷെ ഇന്നലത്തെ സഞ്ജു സാംസന്റെ ആ ഒരു പ്രകടനം എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ഥിരതയാർന്ന പ്രകടനം സഞ്ജുവിന് ഇനിയും കാഴ്ചവെക്കാൻ കഴിയട്ടെ. അതേപോലെ തുടർന്ന് അങ്ങോട്ട് ടീമിൽ നിലനിൽക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കാം. Different angles. Don't forget to subscribe and support this channel.